ഏറ്റവും മഹത്തായ ഇബാദത്തുകളിൽപ്പെട്ടതാണ് സ്വലാത്ത്. അത് സ്വീകരിക്കപ്പെടുമെന്ന് തീർച്ചയാണ്. മറ്റൊരു ഇബാദത്തിൻ്റെയും സ്വീകാര്യത ഉറപ്പു പറയാനാകില്ല. തമാശയായി ചൊല്ലിയാൽ പോലും സ്വീകരിക്കപ്പെടുന്നതാണ് സ്വലാത്ത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. സ്വലാത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവും മലക്കുകളും അവന് 70 ഗുണം ചെയ്യും. എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയവന് പകരമായി അള്ളാഹു 10 ഗുണങ്ങൾ ചെയ്യുന്നതാണ്. കൂടാതെ 10 നന്മകളും അവന് രേഖപ്പെടുത്തുകയും ചെയ്യും. നിശ്ചയം അന്ത്യനാളിൽ ഞാനുമായി ഏറ്റവും അടുത്തവർ എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവനാണെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ലുബ്ധൻ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ നിത്യനാണെന്ന് ഹദീസ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ വെച്ച്